കണ്ണൂരിലെ വയക്കരയിലുള്ള നിതിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് നിതിൻ നിർമ്മിക്കാനായി തയ്യാറാക്കിയ വീടിൻ്റെ തറയിൽ കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, നിതിൻ്റെ മൃതദേഹം ആ വീടിൻ്റെ തറയിൽ കൊണ്ടുവന്ന് വെച്ചു, അതിനുശേഷം തിരികെ കൊണ്ടുപോവുകയാണ്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? വിജയകുമാർ, നിതിൻ്റെ മൃതദേഹം ഇനിയിപ്പോൾ നേരെ വയക്കര ശ്മശാനത്തിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ ഇനി സംസ്കാരമാണ്. ആ സംസ്കാരം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഏറ്റവും വൈകാരികമായ മുഹൂർത്തം, നിതിൻ യഥാർത്ഥത്തിൽ പ്രവാസിയായത് ആ കൊച്ചു വീട്ടിൽ നിന്ന് മാറി ഒരു പുതിയ വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. 5 വർഷമായി പ്രവാസം. അതിനിടെ സമ്പാദ്യമെല്ലാം സ്വരുക്കൂട്ടി കഴിഞ്ഞ വരവിന് ജനുവരിയിലാണ് നാട്ടിലെത്തിയത്. ആ ഘട്ടത്തിൽ സ്ഥലത്ത് തറകെട്ടി കല്ലിറക്കി അങ്ങനെ ആ വീട് നിർമ്മിക്കാം, അടുത്ത വരവാകുമ്പോഴേക്കും വീടിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകും എന്ന് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു. ആ വലിയ സ്വപ്നം ബാക്കിയാക്കിയാണ് യഥാർത്ഥത്തിൽ നിതിൻ പ്രിയപ്പെട്ടവരെ ഒക്കെ വേദന നൽകി വിട വാങ്ങിപ്പോകുന്നത് എന്ന വൈകാരികമായൊരു മുഹൂർത്തമുണ്ട്. അത്യന്തം വൈകാരികമായ ഒരു മുഹൂർത്തമാണ്. കാരണം എത്ര പേരുടെ ആശ്രയവും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ ദുരന്തത്തിനൊപ്പം ഇല്ലാതായി പോയത് എന്നതുകൂടി കാണണം. അങ്ങനെ ഒരു മുഹൂർത്തമാണ്. സുഹൃത്തുക്കൾ ആ ഒരു കാര്യം കൂടി, അതായത് അടുത്ത സുഹൃത്തുക്കളൊക്കെ ആ സ്ഥലത്തേക്ക് അവസാനമായി ഒരിക്കൽ കൂടി നിതിനെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമാണ് പൊതുദർശനം പൂർത്തിയാക്കി കുടുംബ വീട്ടിലാണ് പിന്നീട് എത്തിച്ചത്. കുടുംബ വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള ഈ സ്ഥലത്തേക്ക് മിഥുൻ ഏറെ സ്വപ്നം കണ്ട് ഏറെ ആഗ്രഹിച്ച് തറ കെട്ടിയിട്ട ആ സ്ഥലത്തേക്ക് എത്തിച്ചത്. അവിടെ എത്തിച്ചു. അല്പസമയം അവിടെ സമയം ചിലവഴിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങോട്ടേക്ക് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക. അല്പസമയത്തിനകം സംസ്കാരവും നടക്കും. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ വയക്കര സ്വദേശി നിതിൻ്റെ മൃതദേഹം അദ്ദേഹം വീട് നിർമ്മിക്കാനായി തറ കെട്ടിയ സ്ഥലത്ത് ആ മൃതദേഹം സുഹൃത്തുക്കളൊക്കെ എത്തിച്ചപ്പോഴത്തെ ആ ദൃശ്യങ്ങളാണ്. അവിടേക്ക് മൃതദേഹം കൊണ്ടുവരിക എന്നത് സുഹൃത്തുക്കളുടെയൊക്കെ ഒരു തീരുമാനമായിരുന്നു. കാരണം വളരെ ആഗ്രഹിച്ച് നിതിൻ ഒരു വീട് പണിയാൻ വേണ്ടി തയ്യാറാക്കിയ അതിൻ്റെ തറയാണ്. അവിടെയാണ് ആ മൃതദേഹം കൊണ്ടുവന്ന് വെച്ചത്. യഥാർത്ഥത്തിൽ സജോ സൂചിപ്പിച്ചതുപോലെ നിതിൻ ഒരു പ്രവാസിയാകാൻ തീരുമാനിച്ചത് തന്നെ സ്വന്തമായി നല്ല ഒരു വീടുണ്ടാക്കുക എന്നതുൾപ്പെടെയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ഇപ്പോൾ നിതിൻ എല്ലാവരെയും വിട്ടുപോകുന്നത്. വളരെ അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളാണ് വയക്കര സ്വദേശി നിതിൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്ന് വരുന്നത്. നിതിൻ്റെ സുഹൃത്തുക്കൾ നിതിൻ വളരെ ആഗ്രഹിച്ച് നിർമ്മിക്കാൻ തയ്യാറാക്കിയ വീടിൻ്റെ തറയിൽ ആ മൃതദേഹം കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് സമയമേ അവിടെ വെച്ചുള്ളൂ. അത് സംസ്കാരത്തിനായി വീണ്ടും അവർ ശ്മശാനത്തിലേക്ക് മാറ്റുകയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.